ഹായ് ഓൾ, ഇറ്റ്സ് മീ ദ നൊമാഡിക് എഞ്ചിനീയർ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ പ്രത്യേകതയുള്ളൊരു വൈറ്റ് ഹൗസിൻ്റെ വിശേഷങ്ങളാണ്. എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ? ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കൊല്ലം തട്ടാമലയിൽ അജുഘോഷിനും നിത്യയ്ക്കും വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം ദ എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ്, അതായത് നമ്മുടെ തന്നെ സ്വന്തം കമ്പനി നിർമ്മിച്ച ഒരു വീടാണിത്. കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ട്രിക്സുകളും പുതിയ ടെക്നോളജീസും ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു വീടാണിത്. ഇത് ഫുള്ളി നമ്മൾ വൈറ്റ് തീമിലേക്കാണ്, ഒരു വാം കൂൾ തീമിലേക്കാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതും. അപ്പോൾ നമുക്ക് പോയിട്ട് ഈ വീടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. വായോ. അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകതകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഗേറ്റിൽ നിന്ന് തന്നെയാണ്. നമ്മളിവിടെ ഫോൾഡബിൾ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇത് 4 നമുക്കിത് ഫോൾഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫോൾഡബിൾ ഗേറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത പ്രത്യേകത വരുന്നത് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ തന്നെയാണ്. നമ്മൾ വീടുമായിട്ട് ഒരുപാട് സിങ്ക് ആവുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ബൗണ്ടറി വാളിൽ ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും ഇവർക്കൊരു പ്രൊജക്ഷൻ കൊടുക്കാനായിട്ടൊരു പ്രൊജക്ഷൻ വാൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു സെക്കൻഡറി ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ വാതിലിനോട് നേരെ ചേർന്നിട്ട് നമ്മളൊരു 7 പോലെ ഒരു ആർച്ച് കൊടുത്ത് വീടിൻ്റെ പേര് ഇതൾ എന്നൊക്കെ ഹാങ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സെക്കൻഡറി ഗേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലേക്കുള്ള കോമ്പൗണ്ട് വാളെല്ലാം വീടിൻ്റെ ഭംഗിയോട് ചേരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഗ്രിൽസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള 1, 2, 3 ടെക്നോളജീസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീൽ വിൻഡോസ് ആണ്. ഈ വീടിൻ്റെ എല്ലാ വിൻഡോകളും സ്റ്റീൽ വിൻഡോയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റീൽ വിൻഡോ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എത്ര എലഗൻ്റ് ആയിട്ടാണ് ആ സ്റ്റീൽ വിൻഡോ ഇരിക്കുന്നത്. ഫുള്ളി വൈറ്റ് കളറിൽ നമ്മൾ പെയിൻറ്റഡ് ആയിട്ടാണ്. ഈ വീടിൻ്റെ ഫുൾ തീം ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോസിന് വൈറ്റ് തീം കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതിൻ്റെ മെയിൻ ഡോർ നമ്മൾ ചെയ്തിരിക്കുന്നത് WPC കൊണ്ടാണ്. അതിൻ്റെ കട്ടളയും അതിൻ്റെ ഡോറും എല്ലാം നമ്മൾ WPC കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ഡോറിൻ്റെ ഫിനിഷിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീൻ ലാമിൻ്റെ ലക്സൺ സീരീസിലുള്ള ഫ്ലൂട്ടഡ് പാനൽസ് വെച്ചിട്ടാണ്. അതിൻ്റെ കണ്ട ഭയങ്കര എലഗൻസ് ആയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ വൈറ്റ് തീം ആയതുകൊണ്ട് തന്നെ വൈറ്റ് ഫ്ലൂട്ടഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഹൗസിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് നമ്മുടെ ഓണറുടെ ഫോട്ടോയാണ്. നമ്മുടെ ക്ലൈൻ്റാണ് അജുഘോഷ് ചേട്ടനും നിത്യ ചേച്ചിയും. അപ്പോൾ രണ്ടുപേരുടെയും വരച്ച ഒരു ഫോട്ടോയാണ് ഇവിടെ കാണുന്നത്. നമ്മളത് നേരെ തന്നെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഫോമൽ ലിവിംഗ് ആണ് ഇത് അവരുടെ. അപ്പോൾ ഫോമൽ ലിവിങ്ങിൽ ഒലീവ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു കുഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കുഷൻ, ഒരുപാട് കാര്യമായിട്ടുള്ള ഇൻറ്റീരിയറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഈവൻ ഒരു ഫോൾ സീലിംഗ് പോലും നമ്മളിവിടെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാം, ആ ഒരു പ്രൊഫൈൽ ലൈറ്റ് പോലും നമ്മൾ സ്ലാബിൽ എംബഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് പ്ലാസ്റ്ററിങ്ങിൻ്റെ ടൈമിൽ ആ ഗ്രൂവ് ഇട്ടിട്ടാണ് ആ പ്രൊഫൈൽ ലൈറ്റ്സ് പോലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ്ങിലേക്കാണ്. ഇപ്പോൾ ഡൈനിങ് ഏരിയയിൽ തന്നെ നമ്മൾ പേഷ്യോ വരുന്നുണ്ട്. അപ്പുറത്തേക്ക് പേഷ്യോയുടെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും കാണിച്ചു തരാം. ഒരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഡൈനിങ് ടേബിൾ, അതും സെയിം ആ തീമിൽ തന്നെ, ഒലീവ് ഗ്രീൻ തീമിൽ തന്നെ ഉള്ളൊരു ക്യൂട്ട് റൗണ്ട് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു വാഷ് കൗണ്ടർ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കോർണറിലായിട്ട് സ്പേസ് എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഇതൊരു ടച്ച് മിററൊക്കെ വെച്ചിട്ടുള്ള ഒരു കോളറിൻ്റെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ആ ഗ്രീൻ ഇവിടെയും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രീനിൻ്റെ ഷെയ്ഡ് പലയിടത്തായിട്ട് നിങ്ങൾക്ക് ഈ വീട് കാണുമ്പോൾ അറിയാം, പലയിടത്തായിട്ട് നമ്മൾ ഈ ഗ്രീനിൻ്റെ ഷെയ്ഡ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ഒരു പേഷ്യോയിലോട്ടാണ്. പേഷ്യോയിലോട്ട് പോകാനായിട്ട് നമുക്കിവിടെ കേർട്ടൻസ് 2 ലെയർ കേർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഒരു വൈറ്റ് ലെയറും ഒരു ഗ്രീൻ ലെയർ കേർട്ടനും കൊടുത്തിട്ടുണ്ട്. പേഷ്യോടെ നമ്മൾ ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണാം
വളരെ വിശാലമായിട്ടുള്ളൊരു പേഷ്യോ ആണ്. ആക്ച്വലി ഇത് വളരെ ചെറിയൊരു പേഷ്യോ ആയിരുന്നു, പക്ഷേ ഞങ്ങളിത് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം ഇവിടെ ഒരു വലിയ സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിവിങ് ഏരിയയിൽ ഒരു എൽ ഷേപ്പ് കുഷനാണ് എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞങ്ങൾ ഡിസൈൻ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഏരിയ ഇതാണ്. വളരെ ചെറിയൊരു സ്പേസ് ആണ്, പക്ഷേ ഒരു 65 ഇഞ്ച് TV ഉൾപ്പെടെ നമ്മൾ ഈ ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൽ ഷേപ്പിലെ ഒരു കുഷൻ, ഒരു ഒലിവ് ഗ്രീൻ ആ സെയിം തീമിലുള്ള ഒരു കുഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ നിത്യ ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്, ഇതിൻ്റെ കിച്ചൺ. അപ്പം അതും നമ്മൾ ഒലിവ് ഗ്രീനിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്നിട്ട് നമ്മളൊരു ഓപ്പൺ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നാണ് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോകുന്നത്. ഇതൊരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കിച്ചണിലേക്ക് വന്നാലും നമ്മൾ ഗ്രീൻ കളറിലാണ് നമ്മൾ ഫുള്ള് ഇതിൻ്റെ കബോർഡ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഗ്രീൻ മാറ്റിലുള്ള ഒരു പ്രീമിയം ആയിട്ടാണ് നമ്മളിതിൻ്റെ ലാമിനേറ്റ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം സിൽക്ക് ഫിനിഷുള്ള ഗ്രീനും വുഡും വൈറ്റും അതാണ് ഇതിൻ്റെ ഒരു തീം വന്നിരിക്കുന്നത്. അപ്പോൾ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടാമത് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് WPC ഡോറുകളാണ് നമ്മളിവിടെ എല്ലാ ബെഡ്റൂമിനും, ഈവൻ പുറത്തേക്കുള്ള ഡോറുകൾ പോലും നമ്മൾ WPC ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു WPC ഡോറ് കണ്ടോളൂ, ആ ഒരു വൈറ്റ് ഫിനിഷിൽ തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡോറ് തുറക്കുമ്പോൾ നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ്റെ ഒരു മാക്സിമം കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇതൊരു വാക്കിൻ വാർഡ്രോബാണ്, നമ്മൾ വാക്കിംഗ് സ്പേസിൽ തന്നെയാണ് ഒരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്ലൂട്ടഡ് പാനൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലക്സസിൻ്റെ ഫ്ലൂട്ടഡ് പാനൽ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതൊരു മാർബിൾ ഫിനിഷിലുള്ളൊരു ഫ്ലൂട്ടഡ് പാനലാണ്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലും അതുപോലെ തന്നെ നമ്മൾ WPC ഡോറാണ് കൊടുത്തിരിക്കുന്നത്. സെയിം ഡിസൈനാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ സെയിം അവിടത്തെ ഒരു റെപ്ലിക്ക തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഒരു വാക്കിൻ വാർഡ്രോബ്, ഇതും ഫ്ലൂട്ടഡ് പാനലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നാലും വളരെ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയറാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു ടേബിൾ നമ്മൾ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്നത് നമ്മുടെ ബെഡ്. ഇത് പുറത്തുനിന്ന് മേടിച്ച ബെഡാണ്, അവരത് നമ്മൾ സ്യൂട്ടാക്കി ഇട്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇവിടെ മെയിനായിട്ട് വേറൊരു സംഭവം ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ തേക്കാനുള്ളൊരു ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മതിലിൽ ഹാങ് ചെയ്യാനായിട്ടുള്ളൊരു ഹാങ്ങർ മിസ്സിംഗ് ആണ്. ഇത് നമുക്കിവിടെ തൽക്കാലം ഇവിടെ വെക്കാം. ഇത് ഫോൾഡബിൾ ടേബിളാണ്. അപ്പോൾ ഈ ഒരു ഫോൾഡബിൾ ടേബിളാണ് നമ്മളിവിടെ അയണിങ്ങിനായിട്ട് കൊടുത്തേക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ അയൺ ചെയ്യാം, ആവശ്യമില്ലാത്തപ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും കാണിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു വാഷ്റൂമെങ്കിലും കാണിച്ചു തരണ്ടേ. ഇതിൻ്റെ വാഷ്റൂമിൽ നമ്മൾ FRP ഡോറാണ് കൊടുത്തിരിക്കുന്നത്. FRP ഡോറ് നമ്മൾ തുറന്ന് നേരെ കയറുന്നത് നമ്മളൊരു ചെറിയ ഒരു വാഷ് സ്പേസിലേക്കാണ്. നമ്മളൊരു സ്റ്റീല് കൊണ്ടിട്ട് ഇവിടെ ഒരു ക്യാൻറ്റിലിവറായിട്ടൊരു പോർഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കെറോവിറ്റിൻ്റെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു മിററും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, അത് ജെബറിറ്റിൻ്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോർമലി ഉള്ള പോലെ നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എപ്പോഴും സെപ്പറേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുമ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡ്രൈ ഏരിയ ആയിട്ടിരിക്കുകയും ചെയ്യും, ഇതെപ്പോഴും വെറ്റ് ഏരിയ ആയിട്ടിരിക്കുകയും ചെയ്യും. ഇവിടെയുള്ള വെള്ളം അങ്ങോട്ട് തെറിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഒരു 90 സെൻറ്റിമീറ്ററിൻ്റെ ഒരു വെറ്റ് ഏരിയയിൽ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഷവർ ഏരിയ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. പറ്റുന്നവരൊക്കെ നീളത്തിൽ ടോയ്ലറ്റ് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുക. നീളത്തിൽ ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിങ്ങനെ വെറ്റ് ഏരിയ ഡിസൈൻ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വീട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്തൊരു വീടാണെന്നാണ്. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ഈ വീടിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചതെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം.
ഒന്നാമതായിട്ട് നമുക്കിവിടെ ഉപയോഗിച്ച ഫൗണ്ടേഷൻ നമ്മളൊരു റോക്ക് ഫൗണ്ടേഷനാണ് ഉപയോഗിച്ചത്. അവിടെ തന്നെ നമുക്ക് ചെറിയൊരു കോസ്റ്റ് ലാഭിക്കാൻ പറ്റി. രണ്ടാമതായിട്ട് നമ്മളിത് പ്ലാൻ ചെയ്ത സമയത്ത് ഇത് സിംഗിൾ സ്റ്റോറി ഡാറ്റാണ് ചെയ്തത്. അപ്പോൾ സിംഗിൾ സ്റ്റോറി ഡാറ്റ ചെയ്തപ്പോൾ എന്താ അവിടെ കോസ്റ്റ് എങ്ങനെ ലാഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റെയർ ഏരിയയിൽ വേസ്റ്റ് ആവുന്ന ഓപ്പൺ സ്പേസോ കാര്യങ്ങളോ ഒന്നും സ്ക്വയർ ഫീറ്റിൽ ആഡ് ആയിട്ടില്ല. ഒരു സ്റ്റെയർ ഏരിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മുകളിലേക്കുള്ള സ്റ്റെയർ നമ്മൾ പുറത്തൂടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഏരിയയും നമുക്ക് അകത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു 1700 സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്ത ഒരു സിംഗിൾ സ്റ്റോറീഡ് ആയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഏരിയയും നമുക്ക് ഇൻസൈഡ് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ രണ്ടാമതായിട്ട് കോസ്റ്റ് കട്ട് ചെയ്തത്. മൂന്നാമതായിട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്കിൽ നമ്മളൊരു കോസ്റ്റ് കട്ടിങ് നടത്തിയിട്ടുണ്ട്. അത് നമ്മൾ നോർമൽ നമ്മുടെ കോൺക്രീറ്റ് ബ്രിക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമതായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസ്. ഡോർസ് നമ്മൾ WPC ചൂസ് ചെയ്തിട്ടുണ്ട്. വിൻഡോസ് നമ്മൾ സ്റ്റീൽ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മൾ അത്യാവശ്യം കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഞങ്ങളെ ഏറ്റവും സഹായിച്ചത് ഞങ്ങൾക്ക് ക്ലയൻറ്റ് ഈ വീട്ടിൽ തന്നൊരു ഫ്രീഡമാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോ എന്നൊരു ഫ്രീഡം തന്നു, ബട്ട് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രീഡം ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീഡം നമുക്ക് ഈ ക്ലയൻറ്റ് തന്നതുകൊണ്ട് മാത്രമാണ് ഈ വീട് ഇത്ര നല്ലതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത്. എനിവേ താങ്ക്സ് ടു അൽച്ചേട്ടനായ നിത്യ ചേച്ചി. അപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയേഴ്സിനെയോ ആർക്കിടെക്ട്സിനെയോ ഒരു വീട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം ഫ്രീഡം കൊടുക്കുക, നിങ്ങളുടെ കോൺസെപ്റ്റുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുമായിട്ട് ഷെയർ ചെയ്യുക, അവരുമായിട്ട് നല്ല ടേംസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടും ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെ ഭംഗിയായിട്ടൊരു വീടിൻ്റെ റിവ്യൂമായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭം.